ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗിരീസ് വെറൈറ്റി വ്ളോഗിലേക്ക് സ്വാഗതം. എന്റെ കൂട്ടുകാരെല്ലാം സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനും സുഖമായിരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് പാചക വിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും ഒക്കെയാണ്. സാധാരണ ഞാൻ പാചകം നമ്മൾ വീട്ടിൽ ചെയ്യുന്നതൊന്നും എല്ലാം കാണിക്കാറില്ല. എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കുന്ന മാത്രമേ ഞാൻ ഇടാറുള്ളായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ കൂട്ടുകാര് എല്ലാ എന്റെ അടുക്കളയിലെ വിശേഷങ്ങളും അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം വിശേഷങ്ങളും എല്ലാം ഒന്ന് ഷെയർ ചെയ്യാവുന്ന. പിന്നെ ഇന്നത്തെ ഒരു പ്രധാന വിശേഷം എന്ന് പറയുന്നത്, ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 1 വർഷമായി. കഴിഞ്ഞ 2024 മാർച്ച് 16 തീയതി ആയിരുന്നു തുടങ്ങിയത്. ഇപ്പോൾ 2025 മാർച്ച് 16 ആയപ്പോഴത്തേനും 1 വർഷമായി. അപ്പോഴത്തേനും എനിക്ക് ഏതാണ്ട് 27,860 സബ്സ്ക്രൈബറുമായി. അത് തന്നെ എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ്. കാരണം എനിക്ക് ഇത്രയും കൂട്ടുകാരുണ്ടാവുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമല്ലേ. ഞാൻ ഒരു ഡിസംബർ സമയത്ത് 25,000 സബ്സ്ക്രൈബർ ആയെന്നും പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എന്നെ അതുകൊണ്ട് ഇങ്ങനെ ആശംസിച്ചും ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചും ഒക്കെ കമന്റ് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ കൂട്ടുകാരോട് ഈ 1 വർഷം കഴിഞ്ഞതും കൂടെ ഒന്ന് പറയണമല്ലോ. അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് അറിയിക്കുമായിരുന്നു. ഇത്രയും കാലം ഈ 1 വർഷം എനിക്ക് സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ എന്റെ കൂട്ടുകാരെല്ലാം വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഞാൻ വീഡിയോ എന്ന് പറയുന്നത് ഇടയ്ക്കൊക്കെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ 2-3 ദിവസം കൂടുമൊക്കെയാണ് ഇടുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ച എന്റെ കൂട്ടുകാരോട് എന്റെ അടുക്കള വിശേഷങ്ങളെല്ലാം ഒന്ന് ഷെയർ ചെയ്യാവുന്ന. പിന്നെ വേറെ വിശേഷം എന്ന് പറയുന്നത്, ഞാൻ ശരിക്കും പറഞ്ഞാൽ കൊറോണ തുടങ്ങിയ സമയത്ത് ഒരു 4 വർഷം മുമ്പ് ഞങ്ങളൊരു വീഡിയോ ഇട്ടിരുന്നു, തുടങ്ങിയിരുന്നു ഞാനും എന്റെ ചേച്ചിയും കൂടി. അത് കിച്ചന്റെ ഒരു ഇത് തന്നെയായിരുന്നു. ചേച്ചിയുടെ ഒരു പ്രോത്സാഹനമായിരുന്നു ഞങ്ങൾ രണ്ടും കൂടി തുടങ്ങിയത്. പക്ഷെ ഒരു 5-6 വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ നമ്മൾ അതങ്ങ് നിർത്തിയായിരുന്നു, രണ്ടുപേരും അങ്ങ് നിർത്തി. അപ്പോഴത്തേനും പിന്നെ അങ്ങ് മടിയായി. പിന്നെ ഇപ്പം നമ്മുടെ ഒരു അജിത നായർ ഇല്ലേ, അപ്പൊ അത് എന്റെ ഫ്രണ്ടാണ്, വളരെ അടുത്ത ഫ്രണ്ടാണ്. അപ്പൊ നമ്മുടെ വീടിനടുത്തുമാണ്. അപ്പൊ അവര് ചേച്ചി അനിയത്തിയും ജയും ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവര് തുടങ്ങിയിട്ട് കുറച്ചായിരുന്നു. അപ്പൊ അവരെ നമ്മളിങ്ങനെ കണ്ടപ്പോഴാണ് അവര് പറഞ്ഞത്, ഞാൻ പറഞ്ഞു ഞാൻ പണ്ടിങ്ങനെ തുടങ്ങിയിരുന്നു, നിങ്ങളുടെ ചാനൽ നല്ലതാണെന്ന് എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു, ഒന്ന് തുടങ്ങിയതല്ലേ പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാന്നൊക്കെ പറഞ്ഞു. അത് വീണ്ടും ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞവരെന്നെ പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു, പക്ഷെ ചേച്ചി വീണ്ടും തുടങ്ങി. ചേച്ചി പിന്നെ ഒരു 3-4 മാസം മുമ്പ് തുടങ്ങിയായിരുന്നു. അപ്പോഴൊക്കെ എന്നോട് പറയുന്നുണ്ടായിരുന്നു തുടങ്ങുന്ന. ചേച്ചിയുടെ ചാനല് ഒരു ഹിന്ദി ചാനലാണ്, സ്പീക്ക് ഹിന്ദി എവരിഡേ എന്ന് പറയുന്ന ആ ചാനലാണ്. ഇത് ഒരുപാട് പേർക്ക് നല്ല പ്രയോജനം കിട്ടുന്നുണ്ടെന്നുള്ള കമന്റ് ഒക്കെ ഉണ്ട്. നന്നായിട്ട് മനസ്സിലാകും, വളരെ എളുപ്പത്തിൽ തന്നെ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിലാണ് അത് ക്ലാസ് എടുക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വളരെ നന്നായിട്ട് ആ ചാനൽ പോകുന്നു. അപ്പോൾ എന്റെ കൂട്ടുകാർക്ക് ഹിന്ദി പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ ചാനൽ ഒന്ന് കയറി നോക്കിയാൽ മതി കേട്ടോ. സ്പീക്ക് ഹിന്ദി എവരിഡേ. സത്യം പറഞ്ഞാല് നമ്മുടെ ഫ്രണ്ട്സാണ് നമ്മളെ ഉയർത്തുന്നത് തന്നെ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇതുപോലെ തന്നെ ഞാൻ തുടങ്ങി എനിക്ക് ഇത്രയും നാള് കൊണ്ട് തന്നെ ഇത്രയും ആൾക്കാർ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും എന്നെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം ഉറപ്പായിട്ടും എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ്. അപ്പൊ എന്റെ കൂട്ടുകാരെ സന്തോഷം ഞാൻ അറിയിക്കുമായിരുന്നു. പിന്നെ ഇനിയിപ്പം നമ്മുടെ വീട്ടിലെ അടുക്കളയിലെ പാചക വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം, എന്തൊക്കെയാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ നമുക്ക് എന്താണ് ചെയ്യുന്നത് നോക്കാം. ഞാൻ രാവിലെ മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്ന് പറയുന്നത്, 2 ഉരുളക്കിഴങ്ങ് എടുത്തു, അതുപോലെ ഒരു തക്കാളി, ഒരു ക്യാരറ്റ്, പിന്നെ 2-3 സബോളയും കൂടി. ഇത്രയും കൂടി എടുത്ത് ആണ് മസാല ദോശ ഉണ്ടാക്കുന്നത്. മസാല ദോശ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കിഴങ്ങും ബീട്രൂട്ടും ക്യാരറ്റും സബോള എല്ലാം അരിഞ്ഞു. ഇനിയിപ്പൊ നമുക്കിത് കുക്കറിലേക്ക് ഇടാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്തിരി മുളക് പൊടിയും കൂടി, ഒരു 1/2 സ്പൂൺ. നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് നോക്കി ഇതാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട്, കുറച്ച് വെള്ളമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എപ്പോഴും ഈ മസാല ഇങ്ങനെ വെക്കുമ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട് ഇത്തിരി ഒരു 1/2 സ്പൂൺ നെയ്യും കൂടി ചേർക്കാറുണ്ട്. ഇട്ടൊന്ന് ഇളക്കും.
ഇതാണ് നമ്മുടെ വേവിച്ചിട്ട മസാല. ഇതിലേക്ക് ഞാൻ ഇച്ചിരി ഗരം മസാല ഇടുവാണ്. ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കാം. അപ്പോഴത്തെ നമ്മുടെ മസാല റെഡിയായി. ഇനിയിപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാം. അതിനുള്ള മാവ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ദോശ പൊരി ഒഴിക്കാം. ഇതിലേക്ക് ഒരു അര സ്പൂൺ നെയ്യും കൂടി ഇടാം നമുക്ക്. ഇതിലേക്ക് ഞാൻ മസാല ഇട്ട് കൊടുത്തു. എന്നിട്ട് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നുള്ള മടക്കും. ഒക്കെ നമ്മളെ ഹോട്ടലിലൊക്കെ ഇങ്ങനെയല്ലേ മസാല ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ഫസ്റ്റ് ഇത് നമ്മൾ ഉണ്ടാക്കി നോക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ പാത്രത്തിലേക്ക് ഞാൻ ദോശ ഇട്ടു. മസാല ദോശ റെഡി. ഞാൻ അടുത്ത ദോശ ഉണ്ടാക്കുവാണ്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് മസാല ഇടാം. ഈ മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ചീനിച്ചട്ടി നമ്മൾ ദോശക്കല്ല് മേടിച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് വിശേഷങ്ങളും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശ ഉണ്ടാക്കുന്നതും ഒക്കെ ആയിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പോൾ ഉപകാരപ്രദമായ അടുത്ത വീഡിയോയുമായി ഞാൻ വരാം. ബൈ.